നമസ്കാരം എല്ലാവർക്കും EPS സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീൻ വെച്ചിട്ട് ഒരു അടിപൊളി റൈസിന്റെ റെസിപ്പിയാണ്. സോയാബീൻ എല്ലാവർക്കും അറിയാൻ പറ്റുമല്ലോ, സോയാബീൻ അല്ലെങ്കിൽ സോയാ ചങ്ക്സ്. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. വെജിറ്റേറിയൻകാർക്കും നോൺ വെജിറ്റേറിയൻകാർക്കും ഒക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും അതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് 1 മിനിറ്റിൻ്റെ. നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന കുക്കിംഗ് വീഡിയോസ് തന്നെ 1 മിനിറ്റിൻ്റെ 4 മിനിറ്റിൻ്റെയൊക്കെ ആക്കിയിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ കിച്ചണിലോട്ട് പോവാം കേട്ടോ. നമുക്ക് സോയാബീനും കൊണ്ടുള്ള റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് സോയാബീൻ വെള്ളത്തിലിട്ട് കുതിർത്തി ഒരുപാട് വലുതായിട്ടുള്ളതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ചൂടുവെള്ളത്തിൽ ഒരു 2 മണിക്കൂറോളം ഇട്ട് കുതിർത്തി വെച്ചതാണ്. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കുതിർത്തിയിട്ട് ഒരുപാട് വലുതാണ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചെറുതായിട്ട് മുറിക്കുക, അല്ലെങ്കിൽ ചെറുതാണ് നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ ആ സൈസ് തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ സോയാബീൻ ഒന്ന് ചെറുതായിട്ട് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലോട്ട് ഞാൻ ആദ്യം തന്നെ ഒരു 3/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഒരുപാട് മല്ലിപ്പൊടി വേണ്ട കേട്ടോ. ഒരു 1/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കുരുമുളകിൻ്റെ പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് വെച്ചാൽ മതി. നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഒരു സൈഡിലോട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂറിൻ്റെ അടുത്ത് ഒരു സൈഡിൽ മാറ്റി വെക്കാം. നമ്മുടെ ഈ മസാലയൊക്കെ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് പിടിച്ചോട്ടെ. നമ്മൾ സോയാബീൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഫ്രൈങ് പാനിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഗ്യാസ് വെച്ചിട്ട് ചൂടാക്കി എടുക്കണം കേട്ടോ. നമ്മുടെ ഫ്രൈങ് പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് നോക്കാം കേട്ടോ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നാടൻ വെളിച്ചെണ്ണയും യൂസ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ കേട്ടോ. ഈ ഓയിൽ ചൂടാകുമ്പോഴേക്കും നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ സോയാബീൻ്റെ കഷ്ണങ്ങൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ച് കൊടുക്കണം കേട്ടോ. ഈ സോയാബീനെല്ലാം ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആക്കി എടുക്കണം. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇത് ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒരു 2 മിനിറ്റ് മതി. അപ്പം ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സോയാബീൻ ചേർത്തത് ഒന്ന് ഫ്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചേർത്ത ഓയിലൊക്കെ അത് അബ്സോർവ് ചെയ്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്താൽ മതി. ഇനി നിങ്ങൾ ചേർത്തൊന്നും കൊടുക്കണ്ട. ഇങ്ങനെ കുറച്ചൊന്ന് വലിഞ്ഞതുപോലെ ആകും. അത് കഴിയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അനക്കി അതൊന്ന് മൊരിയിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത സോയാബീൻ ഒന്ന് ഷാലോ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒത്തിരി ഡാർക്ക് ബ്രൗൺ കളർ ആക്കണ്ട. ജസ്റ്റ് എല്ലാ വശവും ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് ഓയിലും നെയ്യും ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ അടുപ്പത്ത് വെച്ച കുക്കർ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് സൺഫ്ലവർ ഓയിൽ. നമ്മൾ ചേർത്ത് കൊടുത്ത ഓയിലും നെയ്യൊക്കെ നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോഴേക്കും അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായ, വൈനയില, ചെറിയ ജീരകം,
ഒരു നുള്ള്, അതേപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ വലിയ ജീരകം, പിന്നെ 2 കുരുമുളക്. ഇത്ര മിക്സ്, ഓൾ സ്പൈസസിന്റെ മിക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഇട്ടേക്കുന്ന സാധനങ്ങളൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടണം. നമ്മൾ ചേർത്ത് കൊടുത്ത ഏലക്കായൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് അപ്പൊ അതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിലോട്ട് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞത്, 1 കപ്പ് സവാള ഉണ്ടായിട്ടാ, നീളത്തിൽ ഒരു വലിയ സവാള അരിഞ്ഞത്. ഇതിലൂടെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സവാള ഇങ്ങനെ വഴറ്റി നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പൊ തന്നെ നല്ലൊരു ബിരിയാണിയുടെ മണം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ കുക്കറിൽ നിന്ന്. അപ്പൊ ഇതൊന്ന് സോഫ്റ്റ് ആയി വരട്ടെ കേട്ടോ. സവാള നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ സവാളയൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഗ്യാസ് കുറച്ച് വെക്കാം. ഇതിലോട്ട് ഒരു 4 പച്ചമുളക്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, 2-3 അല്ലി ചുമന്നുള്ളി, ഒരു വലിയ ഇഷ്ടം ഇഞ്ചി, ഇത്രയും ചതച്ച് വെച്ചേക്കുന്നതാണ്. ഇത് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ സ്റ്റിക് പാത്രത്തിൽ ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ ഒന്നുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ ചെയ്യണം കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്ത മിക്സിന്റെ ഒക്കെ പച്ചമണം മാറിയിട്ട് നല്ലൊരു വാസന വന്നിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ട് ഒരു ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞത്, നമ്മൾ ചേർത്ത് കൊടുത്ത തക്കാളി ഒന്ന് നന്നായിട്ട് ഉടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ബാക്കി നമ്മൾ മസാല ഇട്ടിട്ട് വഴറ്റുമ്പോൾ കുഴഞ്ഞു. അപ്പൊ ഇതിലോട്ട് ഒരു 1/2 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഗ്രീൻ പീസ് ചേർക്കാന്നുള്ളത് ഓപ്ഷണലാണ്. ഞാനിപ്പോ എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ടും പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഗ്രീൻ പീസ് ഇടുന്നത് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ ചേർക്കാൻ കേട്ടോ, ഒരു നിർബന്ധമില്ല. നമ്മുടെ ഈ മസാലയിലോട്ട് ഈ ഉള്ളിയും ഇതൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പൊ അതിന് തന്നെ കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കാം കേട്ടോ. ഒരു 1/2 ടേബിൾ സ്പൂണിന്റെ അടുത്ത് ചേർത്തിട്ടുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂണിന്റെ അടുത്ത് മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി പൗഡർ ആണ് ചേർത്തത്. 1/2 ടേബിൾ സ്പൂണിന്റെ അടുത്ത് കുരുമുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണിന്റെ അടുത്ത് ഗരം മസാലപ്പൊടി, ഈ അടുക്കി പിടിച്ചോളെ കാണുന്നത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർക്കുമ്പോൾ വരുന്ന ഒരു കറവോട്ട് ഇതാണ്. അത് നമ്മൾ ഇനി ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുമ്പോക്കും അതെല്ലാം മാറിക്കോളും കേട്ടോ. നോൺ സ്റ്റിക് പാത്രമാണെങ്കിൽ ഇത്രയും പിടിക്കത്തില്ല. പക്ഷെ ഇത് കുറച്ചും കൂടി ഈസി കുക്കറിൽ ഉണ്ടാക്കാനാണ്. അതുകൊണ്ട് ഞാൻ കുക്കറിൽ ഉണ്ടാക്കിയത് കേട്ടോ. നിങ്ങൾക്ക് നോൺ സ്റ്റിക് പാത്രം വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇതിട്ടിട്ട് ഒരു വിസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വശത്തോട്ട് നോക്കണ്ട. എരിവിന്റെ അളവൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കണം. ഞാനിപ്പോൾ ഇച്ചിരി എരിവ് കുറവാണ് ചേർത്തേക്കുന്നത്. കാരണം എനിക്കിവിടെ മോനുള്ളതുകൊണ്ട് അധികം എരിവ് ചേർക്കാൻ പറ്റും. നിങ്ങൾക്ക് സ്പൈസസ് ഇഷ്ടമാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണിന്റെ അടുത്തൊക്കെ മുളക് പൊടി ചേർക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇതിലോട്ട് കഴുകി വെള്ളം വാർത്ത് വെച്ചേക്കണ 2 കപ്പ് അരിയുണ്ട് കേട്ടോ. ഞാനിന്ന് ഇതിനു വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് സെല്ല റൈസ് ആണ്. നിങ്ങൾക്ക് സാധാരണ ബസ്മതി റൈസ് അല്ലെങ്കിൽ ജീരകശാല റൈസ് ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഇന്നിപ്പോൾ സെല്ല റൈസ് ആണ് എടുത്തേക്കുന്നത്. അതാകുമ്പോൾ ഒന്നും കൂടി നല്ല നീണ്ട അരിയായിരിക്കും. പിന്നെ വെന്ത് കുഴഞ്ഞു പോകില്ല പെട്ടെന്ന് തന്നെ.
അരി ഇതിനകത്തിട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ അരി ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ സോയ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം. ഈ നോമ്പുള്ള സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു കച്ചമ്പറും അച്ചാറും പപ്പടും ഉണ്ടെങ്കിൽ തന്നെ ഉഷാറായി. ഒന്നധികം പാടുമില്ല ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നമ്മുടെ അരി ചൂടായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അരി ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഞാൻ ഇതിലോട്ട് 2 കപ്പ് അരിക്ക് 4 കപ്പ് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. തീ മീഡിയം തീയിലോട്ട് ആക്കി വെക്കാം കേട്ടോ. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോക്കും ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വെക്കാം കേട്ടോ. തേങ്ങാപ്പാൽ വരെ നിങ്ങൾക്ക് വെള്ളം ചേർക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആണ്, അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ ചേർക്കുക കേട്ടോ. ഇതിലേക്ക് ഉപ്പ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇതിലോട്ട് 1 നുള്ള് പഞ്ചസാര, ഒത്തിരി വേണ്ട, 1 നുള്ള് ചേർത്താൽ മതി കേട്ടോ. തള ഒന്ന് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. നമുക്ക് കുക്കർ ക്ലോസ് ചെയ്തിട്ട് മീഡിയം തീയില് 1 വിസിൽ അടുപ്പിച്ച് നമ്മുടെ ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ അത് എന്നിട്ട് മീഡിയം തീയിൽ 1 വിസിലടിച്ചൊന്ന് വേഗത്തെ കേട്ടോ. അപ്പൊ ഇതാ നമ്മുടെ കുക്കർ 1 വിസിലടിച്ച് അതിന്റെ എയറൊക്കെ പോയി ഇവിടെ റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറക്കാം കേട്ടോ. അപ്പൊ ഇതാ കുക്കർ തുറന്നു കഴിയുമ്പോൾ ഈ ഒരു അവസ്ഥയിലായിരിക്കും ഇരിക്കുക. ഇതിന്റെ പൊക്കത്തോട്ട് നിങ്ങൾക്ക് മല്ലിയിലും കുറച്ച് മല്ലിയിലും പുതിനയിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇപ്പൊ അത് രണ്ടും ഇല്ല, കാരണം ഞാൻ കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇല്ലെന്ന് വെച്ചാൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. എന്തെങ്കിലും മാത്രം ചേർത്താൽ മതി. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതേപോലെ തന്നെ വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനും. പ്രത്യേകിച്ച് ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇപ്പോൾ ചിക്കനും ബീഫൊന്നും ഇല്ലെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കാൻ വേണ്ട. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ അടിപൊളി റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതേവരെയും സ്റ്റേ ഹെൽത്തി. ബൈ.